നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ഗുരെ, മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളെ പറ്റിയാണ്. എന്താണ് തൈറോയ്ഡ്? കഴുത്തിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 25 ഗ്രാം വരുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഇതിൻ്റെ പ്രധാന പ്രവർത്തനം തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനമാണ്. തൈറോയ്ഡ് സംബന്ധമായ പ്രധാന പ്രശ്നങ്ങൾ രക്തത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഗ്രന്ഥിയിലുണ്ടാകുന്ന മുഴകളുമാണ്. എന്തുകൊണ്ട് മുഴയുണ്ടാവും? അയഡിൻ എന്ന ധാതുവിൻ്റെ കുറവ്, തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡികൾ, പിന്നെ അർബുദം എന്നിവയാണ് ഇതിന് മുഴയുണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങൾ. എന്താണ് ഹൈപ്പോതൈറോയിഡിസം? രക്തത്തിലുള്ള ഹോർമോണിൻ്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. ഇതുമൂലം ഗ്രന്ഥിയുടെ വളർച്ച കൂടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? ഗ്രന്ഥിയിൽ നിന്നും അധികമായ അളവിൽ ഹോർമോൺ രക്തത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. നാഡീഞരമ്പുകളെ ബാധിക്കാവുന്ന അവസ്ഥയാണിത്. എന്താണ് തൈറോയ്ഡിൻ്റെ പ്രധാന പരിശോധനകൾ? രക്തത്തിലുള്ള ഹോർമോണിൻ്റെ അളവുകൾ, പിന്നെ കഴുത്തിൽ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയാണ് പ്രധാന പരിശോധനകൾ. എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി വലുതാവുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻസ്? ഹോർമോണിൻ്റെ അളവിലുള്ള വ്യതിയാനം, അർബുദം, കൂടാതെ ഒരുപാട് വലുപ്പം വെച്ചാൽ കഴുത്തിലെ പ്രധാന നാഡീഞരമ്പുകളെ ഞെരുക്കുകയും ശ്വാസതടസ്സം, കഴുത്തിലോ നിന്ന് നെഞ്ചിനകത്തോട്ട് ഗ്രന്ഥി വളരുക എന്നിവ സംഭവിക്കാം. എന്താണ് ഇതിൻ്റെ ചികിത്സ? മുഴയില്ലാത്ത ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും. മുഴയായാൽ ശസ്ത്രക്രിയയാണ് പ്രധാനമായി ചികിത്സ. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്ത് തൈറോക്സിൻ ഗുളിക വഴി ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതാണ് പ്രധാന രീതി. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റലിലെ ശസ്ത്രക്രിയ വിഭാഗവുമായി ബന്ധപ്പെടുക.